Morning all. Let us see three. Let's study about three stock exchanges functioning in India: Bombay Stock Exchange, National Stock Exchange, Over-the-Counter Exchange of India. First, let's see Bombay Stock Exchange. As we have seen yesterday, as I have shared the video, in the last video, BSE was established in 1875. And its original name was the Native Shares and Stockbrokers Association. Even though it was established in 1875, its history started since 1855 when few stockbrokers gathered under a banyan tree in front of Mumbai Town Hall, അല്ലെങ്കിൽ പഴയ ബോംബെ ടൗൺ ഹാൾ. അപ്പോൾ അന്ന് അവിടെ അവർ ഗ്യാദർ ചെയ്ത് ഈ പറയുന്ന സോ കോൾഡ് ട്രേഡ് ബില്ലുകളൊക്കെ അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അതോടൊപ്പം തന്നെ ഫണ്ട് ട്രാൻസ്ഫറിങ്ങും അതിനുള്ള പ്രോമിസറി നോട്ടുകളൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്ന അങ്ങനെയുള്ള ഒരു സിസ്റ്റമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് മെയിനായിട്ടും ട്രേഡ് ഫിനാൻസിങ്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ കോർപ്പറേറ്റ് ഫിനാൻസിങ്ങും അതിൽ നടന്നിരുന്നു. So later they shifted their gathering to the famous street, the Lal Street, in 1874, and decided to start an organization, an official organization to deal with so-called instruments, and that was resulted in setting up a so-called association called the Native Shares and Stockbrokers Association, and that was in 1875. അപ്പം 75-ലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, 875-ൽ. പക്ഷേ പിന്നീട് അതൊരു പബ്ലിക് സെക്ടർ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയത് 1957-ലാണ്, ബേസ്ഡ് ഓൺ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956. The main purpose behind this establishing Bombay Stock Exchange was to provide a platform for making efficient, transparent trading of various kinds of instruments like equity shares, debentures, hybrid shares, derivatives, mutual fund instruments, etc. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് തുടങ്ങിയത്. അതിൻ്റെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ഇൻഷുർ ചെയ്യുന്നുണ്ട്. Later, this was BSE also permitted small and medium scale enterprises to trade their securities, or list their securities in BSE. At present, almost around 250 companies listed with the Bombay Stock Exchange belong to small and medium enterprise group. അപ്പോൾ അത്രയും കമ്പനികൾ ഇപ്പോൾ നിലവിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഇവർ ഈ ആ ഒരു കാറ്റഗറിയിലാണ് പെടുന്നതാണ്. ഇനി പറഞ്ഞു വരും മറ്റൊരു ഇമ്പോർട്ടൻസ് BSE കുറിച്ച് പറഞ്ഞാണ്. BSE is world's #1 exchange in terms of listed companies. With BSE, more than 5,000 companies are listed. 5000-ലധികം കമ്പനികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSE. അതുകൊണ്ട് അത് ലോകത്തിലെ #1 ലിസ്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വോളിയം ടൈംസ് അല്ലെങ്കിൽ മണി ടൈംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ BSE-നെ കഴിഞ്ഞ് കൂടുതൽ ട്രേഡിംഗ് നടക്കുന്നത് നമ്മുടെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, മറ്റേ അതേപോലെ ജപ്പാന്റെ ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ ഇതിൻ്റെ അത് വരുന്നത്. പക്ഷേ ഇൻ ടേംസ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് BSE സ്റ്റാൻഡ്സ് ഫസ്റ്റ്. ആൻഡ് total capitalization that took place in BSE on 2nd December 2020, that is around $2.22 trillion. അപ്പം $2.22 trillion ആണ്. ട്രില്യൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 ലക്ഷം കോടി എന്നൊക്കെ പറയും. അപ്പോൾ 1 ലക്ഷം അത്രയും ട്രില്യൺ $ലാണ് ഈ ആ ഒരു BSE-ൽ ഈ ഡിസംബർ 2020 ട്രേഡിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും ഹ്യൂജ് വോളിയം നമ്മുടെ ഇപ്പോഴും കഴിഞ്ഞൊരു 2 വർഷം മുമ്പൊക്കെ അതൊരു ഓൾമോസ്റ്റ് $1.5 trillion ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അത് അതിൻ്റെ വോളിയം വീണ്ടും അത് കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ BSE സെൻസെക്സ് ഇൻഡെക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം,
ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ട്രേഡിംഗ് ഇപ്പം നടക്കുന്നു, നല്ല രീതിയിൽ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ഈ BSE കുറിച്ച് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം in terms of listed companies, it stands first. And the total amount of market capitalization took place in BSE was 2.22 trillion on 2nd December 2020. Okay, ഇതാണ് ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട്. ഇനി ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ to safeguard the interest of investing public having dealings on the stock exchange. അപ്പം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ അതാണ് ഇവരുടെ ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ്. For this they make a lot of publications, make awareness, make various scams to make the investors more aware about their rights, and also through their publication they convey the price movements of various shares, etc. And a lot of information is passed to investors to make them more aware about what is happening in the capital market or in the stock market. And through this they try to BSE tries to protect the interest of the investors. Then the second objective is to establish and promote honorable and just practices in securities transactions. That means a fair transaction, ensure a fair transaction in the securities market, in the trading of securities in the secondary market. That was the second object. That is the second objective of Bombay Stock Exchange. Then the third one is to promote, develop, and maintain well-regulated market for dealing in securities. That means ensure that everything is going in a right manner. For this, they have enacted various rules and regulations based on the circumstances, and it is the market is well regulated. That always helpful. That always promotes the investors, because they often feel it as a safe and it's more secure for them to invest in securities traded in Bombay Stock Exchange. അപ്പം അങ്ങനെയുള്ളൊരു നല്ലൊരു റെഗുലേഷൻ കൊണ്ടുവരിക, നല്ലൊരു അത് മെയിൻറ്റെയിൻ ചെയ്യുക, ഇത് മറ്റൊരു ഒബ്ജക്റ്റീവാണ്. Then the last one is to promote industrial development in the country through efficient resource mobilization by the way of investment in corporate securities. In any country, the industrial development is depends upon the availability of capital, and the institutions like Bombay Stock Exchange or the secondary market that always ensures the availability of capital for a long period of time, which is an essential factor for industrialization or industrial development. അപ്പോൾ അത് ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് അത്യാവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യുന്നതിന് ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റുകൾ വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. സോ ദീസ് ആർ ദ 4 objectives of Bombay Stock Exchange. Now let's see one more thing on the trading system in Bombay Stock Exchange. Actually, BSE is having it's a full-fledged stock exchange, normally enacted with the securities recognized by the government of India as per the Securities Contract Regulation Act of 1956. And at present now, the operations of BSE is carried out through a screen-based trading system that is known as Bolt. ബോൾട്ട് എന്ന് പറയുമ്പോഴത്തേനും അവരുടെ ഒരു സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ബോൾട്ട്, അല്ലെങ്കിൽ BSE ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയും. ആ ബോൾട്ടിന്റെ ഒരു എക്സ്പാൻഷൻ ആയിട്ട് പറയുന്നത് BSE ഓൺലൈൻ ട്രേഡിംഗ്. അപ്പോൾ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാവും. അത് നോർമലി അറ്റ് പ്രസന്റ് ഇറ്റ് ഈസ് കണക്റ്റഡ് ട്രേഡിംഗ് ഈസ് പോസിബിൾ ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടർ ഓൾസോ. അപ്പോൾ ആ ഒരു
ആ സ്ക്രീൻ ബേസ്ഡ് ഞാൻ ഒരു സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇവരുടെ ഓരോ ഇൻഡെക്സുകളും വേരി ചെയ്ത് കൃത്യമായിട്ടത് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം ഓരോ സെക്കൻഡിലും ഈ സ്ക്രീനിൽ വരുന്ന വാല്യൂവിൽ എല്ലാം ചിലപ്പോൾ മാറ്റം ഉണ്ടാവാം. അപ്പം normally there is a platform of the and it always displays a, the platform that is having a screen, white screen, which displays the share value prices of the shares which are listed with the state Bombay Stock Exchange. Normally it is also connected to it's also trading is also possible through a network of computers. അപ്പോൾ അവരുടെ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ ഇല്ലാതെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് BSEയുടെ ട്രേഡിങ് പോസിബിൾ ആണ്. പക്ഷെ നോർമൽ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഈ പറയുന്ന പോലെ ഒരു സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഇവർക്ക്. അതിനൊരു ബോൾട്ട് എന്നാണ് നമ്മളത് പറയുന്നത്. ഓക്കെ. And the normal trading hours starts from 9:30 and it ends at 3:30 p.m. and that is 6 hours of trading is done every day except on Sundays. സൺഡേ ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഒരു 6 മണിക്കൂർ ട്രേഡിംഗ് ആണ് ഈ BSEയിൽ വരുന്നത്. 9:30 to 3:30 ആണ് അതിൻ്റെ ഒരു ട്രേഡിംഗ് ടൈം. And also it offers a wide range of products for buying and selling, including different kinds of equity shares having different varieties, different risks, issued by different types of corporates, then debentures, hybrid shares, then derivative instruments, commodity derivative, financial derivative instruments, etc. അങ്ങനെ പല variety instruments നമുക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് നടത്തുന്നുണ്ട്. ഇനി the securities which are traded in Bombay Stock Exchange are classified into 3 groups, namely specified shares or group A shares and non-specified shares. നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ് ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫൈഡ് ഷെയർസ്, നോൺ സ്പെസിഫൈഡ് ഷെയർസ്. Specified shares എന്ന് പറയുമ്പോൾ those shares issued by well reputed, well functioning, well established large companies which are having active market, and non-specified shares are issued by less dynamic companies, the shares which are not active trading. അപ്പോൾ അതിന് നമ്മൾ ഗ്രൂപ്പ് B1 ഷെയർസും B ഷെയർസും B1 ഷെയർസ് എന്നുള്ള വീണ്ടും ഒരു സബ് ഡിവിഷൻ ഉണ്ട്. അങ്ങനെയാണ് ഒരു 3 ഗ്രൂപ്പ്സ് നമ്മൾ ഇതിൽ പറയുന്നത്. ഓക്കെ. Besides, BSE also having a separate surveillance department in the stock exchange that is to monitor the operations of the BSE, the functioning of the BSE. There is also surveillance department, and it provides free and fair market arrests unsystematic risk from entering into the system and managing risk. ഒരു സർവൈലൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു ഫ്രീ ആൻഡ് ഫെയർ ട്രേഡിംഗ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പം അങ്ങനെ ഒരു ട്രേഡിംഗ് ആണ് നമ്മളിൻ്റെ. അപ്പോൾ അത്രയേ ഉള്ളൂ. BSE ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഓൺലൈൻ carried out by screen based trading system which is commonly known as Vault. And normal working hours is having a 6 hours limit that starts from 9:30 to and ends at 3:30. And different varieties of products having different levels of risk are traded in BSE, and these shares are classified into 3. One share group specified shares or group A shares, and also non-specified shares or group B shares, and these shares are again classified into 2 B shares and B1 shares. Okay, so അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. And in order to monitor to ensure the fair trading, there is also a surveillance department that functions very actively, or they're having a strict monitoring on all what is happening in Bombay Stock Exchange. Okay. Then അപ്പോൾ ഇത്രയുമാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് ജനറൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതുകൂടെ അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെന്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാനത് നോട്ട്സിൽ പറഞ്ഞു.
അത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് coming to the second stock exchange, leading stock exchange in India, that is National Stock Exchange. പി എസ് സിയുടെയും എൻ എസ് സിയുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും മുംബൈയാണ്, രണ്ടും മുംബൈയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, National Stock Exchange was established 1992. 92-ലാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് അതിനുള്ളൊരു കാരണം, in 1991 the government of India appointed a committee called the M.J. Parwani Committee. ആ ഒരു കമ്മിറ്റിയുടെ പഠനത്തിന്റെ ബേസിൽ അവരെന്തിനാ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ, the committee was constituted to study about the defects of Indian stock markets, and based on their study they submitted the report in 1991 itself. അപ്പോൾ 1991 ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഓർക്കണം. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് അത് 90s നമ്മുടെ ആ ഒരു ലേറ്റ് 1980s ക്രൈസിസ് ആയിരുന്നു. നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സെക്ടർ അട്ടർ ക്രൈസിസിലായിരുന്നു, ബാങ്കിങ് സെക്ടർ ക്രൈസിസിലായിരുന്നു, ഇൻഡസ്ട്രിയൽ സെക്ടർ ക്രൈസിസിലായിരുന്നു. വി ആർ മൂവിങ് ടുവേഴ്സ് എ ഗ്രേറ്റ് റിസഷൻ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഗവൺമെന്റ് അപ്പോയിന്റഡ് ദ കമ്മിറ്റി ടു സ്റ്റഡി അബൌട്ട് ദ ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്സ്, ആൻഡ് ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് വാസ് സബ്മിറ്റഡ് ഇൻ 1991 itself, and based on their recommendation a new stock exchange was established in 1992. 92-ൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തു with an initial capital of 25 crores. അപ്പോൾ അങ്ങനെ 92-ലായിരുന്നു ഈ ഒരു ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. And this was mainly to ensure this new stock exchange, National Stock Exchange, was established mainly to ensure transparency, speed or efficiency, safety and market integrity, or safety of transaction and market integrity. അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. Just like comparing with the BSE, it's having a fully automated screen-based trading system. Fully automated screen-based trading system. It is having a national reach. And National Stock Exchange, as I have said, it was established in 1992, but it was promoted by many institutions, including financial institutions, corporates, banking and non-banking institutions like IDBI, ICICI, IFC, LIC, GIC, സ്റ്റേറ്റ് ബാങ്ക് അതിൻ്റെ സബ്സിഡറി യൂണിറ്റുകൾ, അങ്ങനെ ഈ പറയുന്ന കുറേ നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്കിങ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നാണ് നമ്മുടെ ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്പോൺസർ ചെയ്തിരുന്നത്. And this was established mainly to overcome the deficiencies of the existing stock market and to bring Indian financial market in line with international market. That was the most important objective behind setting up of such a stock exchange called National Stock Exchange. നമ്മുടെ നിലവിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസിന്റെ ഡ്രോബാക്സ്, അതിൻ്റെ പരിമിതികൾ, അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു ഇന്റർനാഷണൽ ലെവലുകളിലേക്ക് ആ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പറേഷൻ കൊണ്ടുവരിക, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ടുവന്നത്. ബട്ട് ഇനി മറ്റൊരു ബി എസ് സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ജസ്റ്റ് ലൈക്ക് കമ്പയറിംഗ് വിത്ത് ബി എസ് സി, എൻ എസ് സി ഡസൻറ്റ് ഹാവ് എനി ട്രേഡിംഗ് ഫ്ലോ. Rather it has a country-wide screen-based online trading system. ഒരു പ്രത്യേകിച്ച് നമ്മൾ ഈ ബി എസ് സിയിലെ കാണുന്ന ഒരു ട്രേഡിംഗ് ഫ്ലോറോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഒന്നും എൻ എസ് സിയിലില്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ ഒരു ഓട്ടോമാറ്റിക് സ്ക്രീൻ ബേസ്ഡ് നാഷണൽ റീച്ച് ഉള്ള ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റമാണ് ഇവിടെ ബി എസ് സിയിൽ. Then objectives of National Stock Exchange. ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ to establish nationwide trading facilities for equities, debt instruments and hybrids. വെച്ച് കഴിഞ്ഞാൽ ഒരു നാഷൻ വൈഡ് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള
ഒരു ട്രേഡിംഗ് ഫെസിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ടു ഫെസിലിറ്റേറ്റ് ഈക്വൽ ആക്സസ് ടു ഇൻവെസ്റ്റേഴ്സ് അക്രോസ് ദി കൺട്രി. എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനും ഒരു ഫെസിലിറ്റി, ട്രേഡിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതായിരുന്നു മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. Then the next objective is to provide fair, efficient, transparent securities market to investors using electronic communication network. വളരെ ഫെയർ ആയിട്ടും വളരെ ട്രാൻസ്പെറൻറ്റും എന്നാൽ സെക്യൂർ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നതിന് സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവായിട്ട്. Then the third one is to enable shorter settlement cycle. വളരെ ഇത് 1 week സെറ്റിൽമെന്റ് പീരീഡ് ആണ്. നമ്മൾ ബി എസ് സിയിലൊക്കെ 2 weeks അങ്ങനെയുള്ള അതിലും എബോവ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇത് വളരെ ഷോർട്ടർ ആയിട്ടുള്ള സെറ്റിൽമെന്റ് പീരീഡ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നോർമലി സ്റ്റാർട്ട്സ് ഫ്രം വെൻസ്ഡേ ടു എൻഡ്സ് ഓൺ ട്യൂസ്ഡേ. ഒരു 1 week സെറ്റിൽമെന്റ് ടൈമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത്. Then the next objective is to meet current international standard of securities market. That is to enable the Indian stock markets to compete with the international stock markets. അപ്പോൾ അവരുടെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസ് ഒക്കെ കൊണ്ടുവരും. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, ഇറ്റ് ഓൾസോ പെർമിറ്റ്സ് give more importance to small and medium companies which are not eligible to be listed with other stock exchanges. They are listed in national stock exchange. മറ്റ് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടാതെ വരുന്ന സ്മോൾ ആൻഡ് മീഡിയം അല്ലെങ്കിൽ മീഡിയം ആൻഡ് ലാർജ് സൈസ് സ്മോൾ മീഡിയം ആൻഡ് ലാർജ് സൈസ് കമ്പനീസിന് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാനൊരു പ്രിയോറിറ്റി കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ കുറേ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഈ NSE കുറിച്ച് കണ്ടത്. ഇനി ഇവരുടെ ഒരു ട്രേഡിംഗ് market segments of NSE. And now there are 4 market segments for NSE. The first one is wholesale debt market. Wholesale debt market എന്ന് പറയുന്നത് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് മണി മാർക്കറ്റ് നമ്മൾ ട്രഷറി ബില്ല് ഇപ്പോൾ അങ്ങനെ കൊമേഴ്സ്യൽ ഇപ്പോൾ അങ്ങനെയുള്ളതൊക്കെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഡിബഞ്ചേഴ്സ്, ബോൺഡ്സ്, ഇതൊക്കെ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. Then capital market, it covers trading in converted debentures and equities. അപ്പോൾ അതിൽ ഡിബഞ്ചേഴ്സും ഇക്വിറ്റീസ് ഒക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ. ഇതിൽ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഷെയർസ് ഒക്കെയാണ് അവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത്. Then futures and options market. Normally the derivative instruments are traded in futures and options market. Then currency derivative. Of course, the currency derivative transaction. എന്താണ് കറൻസി ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ it's an agreement to purchase or sell a certain amount of currency in terms of another currency. ഇപ്പോൾ നമ്മളിപ്പം ഒരു 100 രൂപ കൊടുത്തിട്ട് കുറേ ഡോളർ വാങ്ങണം. അഗ്രിമെന്റ് ഇത്ര മാസം കഴിയുമ്പോൾ ഇന്ന എക്സ്ചേഞ്ച് റേറ്റിൽ നമ്മൾ തിരിച്ച് അത്രയും ഡോളർ തിരിച്ചു കൊടുത്തുള്ള എന്നുള്ളതായിരിക്കും എഗ്രിമെന്റ്. അപ്പോൾ അങ്ങനെയുള്ള അതൊരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഡെറിവേറ്റീവ് കൺസെപ്റ്റുകൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഹയർ സ്റ്റഡി PG ലെവലിലൊക്കെ പോകുമ്പോഴത്തേന് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. അപ്പോൾ അങ്ങനെയുള്ള 4 സെഗ്മെന്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതിൻ്റെ ഒരു ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറയും. NSE launched electronic screen-based trading in 1994 and derivative trading and internet trading in 2000. But with screen-based trading, automated screen-based trading was launched in 1994. So അതിനുശേഷമാണ് ഈ പറയുന്ന ഡെറിവേറ്റീവ് ട്രേഡിംഗ്, ഇന്റർനെറ്റ് ബേസ്ഡ് ട്രേഡിംഗ് ഒക്കെ കൊണ്ടുവന്നത്. ട്രേഡിംഗ് സിസ്റ്റം ഇൻ NSE is also known as a National Exchange for Automated Trading. നീറ്റ് എന്നാണ് ഇതിൻ്റെ അകത്ത് അറിയുന്നത്. BSEയുടെ നമ്മൾ ബോൾട്ട് എന്നാണ് പറയുന്നത്. NSEയുടെ നീറ്റ്, നാഷണൽ എക്സ്ചേഞ്ച് ഫോർ ഓട്ടോമാറ്റഡ് ട്രേഡിംഗ്. And it is fully automated screen-based trading system. It enables the members all over the country to trade simultaneously with ease and efficiency, and also has a
period of settlement cycle. Normally the settlement period starts from Wednesday to ends on Tuesday, and the regular working time is between 9:15 p.m. AM to 3:30 p.m. 3:30 p.m. ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ട്രേഡിംഗ് സിസ്റ്റം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു screen, just like National Stock Exchange is having automated screen-based trading system. It's known as a NEAT, and it can be accessed by people from any part of country through a network of computer, and that provides some kind of accessibility, easiness, or transparency, or and it improves the efficiency of transactions, and simultaneously many members can be accessed using this online platform, and it is having a settlement period. നമ്മളൊരു ഷോർട്ടർ പീരീഡ് ഓഫ് സെറ്റിൽമെന്റ് ആണ്. ബുധനാഴ്ച തുടങ്ങി ചൊവ്വാഴ്ചക്കുള്ളിൽ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ ഒരു വിതിൻ 1 വീക്കിനുള്ളിൽ ആ ഒരു സെറ്റിൽമെന്റ് കഴിഞ്ഞിരിക്കുന്നത്. അതാണ് വിതിൻ ട്യൂസ്ഡേ, ബിഫോർ ട്യൂസ്ഡേ the whole transaction is to be settled. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് ജനറൽ ആയിട്ട് പറയാനുള്ളത്. Then next one is over the counter exchange of India. Over the counter exchange of India. Over the counter exchange of India was established in October 1990, and it's also started functioning from September 1992 with opening an account on a counter in Mumbai. 90 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തു, 92 ഇത് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുന്നത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ to provide market for smaller companies that could not afford the listing fee of large exchange or did not fulfill the minimum capital requirements for listing. വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഒക്കെ തുടങ്ങാൻ മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് പല കമ്പനികൾക്കും ഇപ്പം BSEയിലൊക്കെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം ക്യാപിറ്റൽ അസറ്റ് ഉള്ള കമ്പനികൾക്ക് പറ്റും. അതേപോലെ മിനിമം ഫീ ഒരു നല്ല എമൗണ്ട് വരുന്നുണ്ട്, 25 lakh അങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ അത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത കമ്പനികൾക്ക് അവരുടെ ഷെയർസ് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ OTCI ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്. എല്ലായിടത്തും ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്, ആൻഡ് ദാറ്റ് ഫുൾഫിൽസ് the same purpose. Then before setting up of OTCA, these companies were facing the problem like having poor accessibility, low level of liquidity, delay in payment on delivery, uncertainty regarding the prices at which shares are bought and sold. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവർക്ക്. accessibility മെയിൻ പ്രശ്നമായിരുന്നു. OTCA പിന്നെ ഷെയർ ട്രാൻസാക്ഷനും ഷെയർ ട്രേഡിങ്ങിനൊക്കെ ഇവർക്ക് accessibility തീരെ കുറവാണ്. ആ ഒരു പ്രശ്നമാണ് OTCA എസ്റ്റാബ്ലിഷ് ചെയ്തതിലൂടെ ഗവൺമെന്റ് അത് പരിഹരിച്ചത്. അപ്പം it's also a fully decentralized and transparent market. They aimed at providing fully decentralized and transparent marketing. Just like it's OTC, another difference, another thing that differentiate OTCA from other markets, other stock market or stock exchanges. It is a negotiated market, and it exists anywhere without any particular auction marketplace like other stock exchanges. ഒരു നെഗോഷിയേറ്റഡ് മാർക്കറ്റാണ്. നെഗോസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബയേഴ്സും സെല്ലേഴ്സും അവിടെ അവർ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യണം. വിലയിലാവാം, നമ്പർ ഓഫ് ഷെയർസിലാവാം നെഗോസിയേഷൻ. അതും ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലൂടെയല്ല, ത്രൂ ഓൺലൈൻ. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നെഗോസിയേഷനിലൂടെയാണ് ഈ പറയുന്ന ട്രേഡിംഗ് അവിടെ നടന്നിരുന്നത്. The OTCI was also promoted by institutions like UTI, CICI, DBI, FCI, GICI, SBI, Capital Central Financial Service,
LIC, etc. അപ്പം അങ്ങനെയുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നാണ് ഇതിനെയും സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. OTCI എന്ന് പറയുന്നത് ചെറിയ കമ്പനികൾ, those companies which are not able to list their shares in other stock markets are permitted to list their shares in OTCI. അപ്പോൾ അത് മിസ് ചെയ്യാൻ പറ്റാത്ത പല കാരണങ്ങൾ കൊണ്ടാകും. ചിലപ്പോൾ അവരുടെ ഫണ്ട് ഷോർട്ട് ചെയ്യാം, ചിലപ്പോൾ അവരുടെ ക്യാപിറ്റൽ ബേസ് ഇല്ലാത്തതുകൊണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് OTCI. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1990 ആൻഡ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഇൻ 1992. ഓക്കെ, ഇനി ഇതിനും കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ക്വിക്കർ ലിക്വിഡിറ്റി, പെട്ടെന്നൊരു ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ടു ദോസ് ഇൻഡസ്ട്രീസ് വിച്ച് ആർ ഹാവിങ് ലെസ് ലിക്വിഡിറ്റി ഇൻ ദർ ട്രാൻസാക്ഷൻസ്. അപ്പം അങ്ങനെയുള്ള കമ്പനികൾക്ക് അവരുടെ ഇൻസ്ട്രുമെന്റ്സിനൊക്കെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യും. ദെൻ ഫിക്സഡ് ആൻഡ് ഫെയർ പ്രൈസ്, ഒരു ഫ്ലക്ച്വേഷനൊക്കെ മിനിമൈസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രൈസ് സെക്യൂരിറ്റീസിനെ എൻഷുർ ചെയ്യാം. Then liquidity for less traded security or that of smaller company. നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ചെറുകിട കമ്പനികളുടെ അവരുടെ ഷെയർസിന് ഇൻസ്ട്രുമെന്റ്സിനൊക്കെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാം. ദെൻ സിംപ്ലിഫൈഡ് പ്രോസസ് ഓഫ് ബൈങ് ആൻഡ് സെല്ലിങ്. ഇത് ഞാൻ പറഞ്ഞ ഒരു നെഗോഷിയേറ്റഡ് മാർക്കറ്റാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഈ പറയുന്ന ഒരു കോംപ്ലക്സിറ്റീസ് കുറവാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടുള്ളൊരു മാർക്കറ്റ്, ഒരു ബൈങ് ആൻഡ് സെല്ലിങ് പ്രോസസ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. The next objective is this creation of public interest in risky but viable ventures. ആൾക്കാരെ കൂടുതലായിട്ട് ഈ പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലേക്ക് കൊണ്ടുവരിക, അപ്പോൾ അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കുക, അവർക്ക് അതിലൊരു താല്പര്യം ജനിപ്പിക്കുക. അതൊക്കെ ഇതിൻ്റെ ഒരു മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഈസി ആൻഡ് ചീപ്പർ മീൻസ് ഓഫ് മേക്കിംഗ് പബ്ലിക് സെയിൽ ഓഫ് ന്യൂ ഇഷ്യൂസ്. വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന പുതിയ കമ്പനികളിലേക്ക് ഷെയർ വിറ്റഴിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. അത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അവരുടെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ എലിമിനേഷൻ ഓഫ് ട്രേഡിംഗ് റിസ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു നെഗോഷിയേറ്റഡ് മാർക്കറ്റാണ്. ദെയർ ഇസ് നോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, ജസ്റ്റ് ഓൺലൈൻ ട്രേഡിംഗ് ഈസ് പോസിബിൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇല്ല. ദെൻ നേഷൻ വൈഡ് റീച്ചിങ്, അപ്പോൾ ആർക്ക് വേണേലും എവിടെ നിന്ന് വേണേലും നമുക്കിത് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും യൂസിങ് എ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അത് തന്നെയാണ് അടുത്ത ഫീച്ചർ. ഇറ്റ്സ് എ കമ്പ്യൂട്ടറൈസ്ഡ് ട്രേഡിംഗ്. നെറ്റ്വർക്ക് കമ്പ്യൂട്ടറുകളുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ ട്രേഡിംഗ് എല്ലാം പറ്റുന്നത്. എക്സ്ക്ലൂസീവ് ലിസ്റ്റിംഗ്. The company which is listed in any other stock exchange in India are not permitted to list their securities simultaneously with OTCI. അപ്പോൾ അത് എക്സ്ക്ലൂസീവ്ലി ഒരു ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യപ്പെടുമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് OTCIയിൽ അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ്. ദെൻ നേച്ചർ ഓഫ് ഷെയർസ് ട്രാൻസാക്ഷൻ. OTCI deals in equity shares, preference shares, bonds, debentures, etc. of different varieties of instruments will have different levels of risk. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണ് ഇവരുടെ ഒരു ട്രാൻസാക്ഷൻ. അങ്ങനെയുള്ള ഷെയർസ് ആണ് ട്രാൻസാക്ട് ചെയ്യുന്നത്. Then the minimum public offer should be 40% of the issued capital or 20 lakhs worth shares in face value, whichever is higher. ഇപ്പോൾ ഈ പബ്ലിക് ഓഫർ എന്ന് പറയുമ്പോൾ ഒരു കമ്പനികൾ ഇതിലൊരു മിനിമം 40% ഒരു പബ്ലിക് ഇഷ്യൂ മുഖേന ആ ഒരു രീതിയിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളതായിരിക്കണം. അതിൽ ആ ക്യാപിറ്റലിൻ്റെ ഒരു 20 ലക്ഷം പുറത്തുള്ള ഷെയർസ് എങ്കിലും ആ ഒരു രീതിയിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള കമ്പനികളായിരിക്കും ഇതിൻ്റെ അകത്ത് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ OTCIക്ക് ഉള്ളത്. Now let's see the trading system of OTCI. OTCI also having an online trading system in which the dealer in OTCI is having a screen which is having two portions, the right and left side, left portion. നമ്മളൊരു കമ്പ്യൂട്ടർ എടുക്കണം. ആ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിലും ഒരുപാട് ഡീലേഴ്സ് ഉണ്ട്. ഡീലേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രോക്കേഴ്സാണ്. അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി അവർ ഈ പറയുന്ന വാങ്ങലും വിൽക്കലും എല്ലാം ഈ ഡീലേഴ്സാണ്. അപ്പോൾ അവരുടെ സ്ക്രീനിൻ്റെ രണ്ട് പോർഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. നോർമലി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഷോസ് ദ ലിസ്റ്റ് ഓഫ് സെല്ലേഴ്സ് ആൻഡ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഷോസ് ദ ലിസ്റ്റ് ഓഫ് ബയേഴ്സ്.
The seller side shows give the number of shares it are offered and the price at which it is they are ready to sell their securities. പക്ഷേ ബയ്യറുടെ സൈഡ് എന്താണ് ചെയ്യുന്നത്, അത് ബയ്യേഴ്സ് എത്ര വിലയ്ക്കാണ് ഷെയർസ് വാങ്ങാൻ പോകുന്നത്, എത്ര ഷെയർസ് ആണ് അവർ ആ വിലയ്ക്ക് വാങ്ങാൻ പോകുന്നത്, കാര്യങ്ങളൊക്കെയാണ് ബയ്യേഴ്സ് സൈഡിൽ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഇതൊരു ഡിസെൻഡിങ് ഓർഡറിലാണ് ഈ ഒരു ലിസ്റ്റിംഗ് നടക്കുന്നത്. Then after that everything is displayed and it is in a descending order, and this buyer can decide what number of shares and at what price are to be purchased. അവിടെ ഒരു നെഗോസിയേഷൻ ത്രൂ ഡീലേഴ്സ് മുഖേന ഒരു നെഗോസിയേഷൻ ഈ ബയേഴ്സുമായിട്ട് നടക്കുകയാണ്. Once a deal is struck, it is entered into computer. ഇപ്പോൾ ഒരു രണ്ടുപേര് തമ്മിൽ നെഗോസിയേഷൻ നടത്തി ആ ഒരു ഡീല് എഗ്രി ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു അത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യും. ഇപ്പോൾ നോർമലി എന്താണ്, എ കൺഫർമേഷൻ സ്ലിപ്പ് വിൽ ബി ജനറേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ബോത്ത് ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിൻ്റെ കോപ്പി രണ്ടു പേർക്കും അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം the dealer also sends a copy of the confirmation slip to the OTCEI counter, and this slip is known as counter receipt. അപ്പം എന്നോട് പറയാൻ ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് ആണ്. അതിലൊരു ഡീലർ ഉണ്ടായിരിക്കും. Dealer is having a computer with a two sides or monitor, and left hand side shows the seller's details, right hand side shows the buyer's details, and it is displayed in a descending order. And the details which are displayed include the number of shares willing to buy or sell and price of shares at which they are ready to buy or sell. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. And based on the displayed information they start negotiation and decide either to buy or to sell the securities. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ അവർ എടുക്കുകയാണ്. അതിനുശേഷം once the deal is completed, it is entered into computer, and normally a confirmation slip is generated, and it is sent to both the parties, and also the copy is sent to the OTCA counter, and this slip is known as counter receipt. Then this counter receipt normally it's having details like the transaction number, name of the previous holder, and name of new holder, the date and time of transaction, the price of that transaction, the number of transactions, the name of the dealer, brokerage charge, etc. The whole thing related to the transaction is included in the counter receipt or in the confirmation slip. And this counter receipts can also be further transacted for further trading. നമ്മൾ മറ്റു നേരത്തെ കണ്ട പോലെ ഈ പറയുന്ന ഒരുപാട് ഈ ബോണ്ട് പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പഠിച്ചു, ഇന്നോവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. അതേപോലെ ഇതും ഈ കൗണ്ടർ റെസിപ്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ലോൺ എടുക്കാം. അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ട്രാൻസാക്ഷൻസ് നടത്താം. ബിക്കോസ് ഇറ്റ്സ് എ വാലിഡ് ഡോക്യുമെന്റ്, ബിക്കോസ് ദേ ആർ ഹാവിങ് എ സോ ആൻഡ് സോ എമൗണ്ട് ഓഫ് ഷെയർസ് വിത്ത് ദം. അതൊരു വാല്യൂ ഉള്ള ഒരു കൺസെപ്റ്റ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ട്രാൻസാക്ഷൻ അല്ല മറ്റ് ട്രാൻസാക്ഷൻസ് നടത്തുക. സോ ദിസ് ഈസ് അബൌട്ട് OTCE ഓൾസോ. അപ്പോൾ ഇത്രയും ഇങ്ങനെ 3 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അങ്ങനെയുള്ള ഗവേണൻസ് അതൊക്കെ ഞാൻ ജസ്റ്റ് നോട്ടിൽ നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇനി ഇന്ന് തന്നെ ഞാനൊരു വീഡിയോ കൂടി ചെയ്തയക്കാം. ഇതിൻ്റെ അതോടൊപ്പം തന്നെ BSc NSc ഇൻഡെക്സും ആ നോട്ടിൽ കാണാം. അതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അയച്ചു. ഓക്കെ, താങ്ക് യു.